നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസ്ട്രോ ടോക്സ് മലയാളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതം ചിലപ്പോൾ വലിയൊരു കടൽ പോലെയാണ്. തിരമാലകൾ അടങ്ങാത്ത കടൽ. പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മളെ തളർത്തുമ്പോൾ ഒരു കച്ചിത്തുരുമ്പിനെന്നോണം നാം തിരയുന്നത് ആശ്വാസത്തിന്റെ ഒരു വാക്കാണ്. നാളെയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ്. നമ്മുടെ കർമ്മങ്ങൾക്കൊപ്പം ഗ്രഹനിലകൾ കൂടി തുണയായി നിൽക്കുന്ന നിമിഷങ്ങൾക്കായി നാം കാത്തിരിക്കാറുണ്ട്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 മെയ് മാസം വെറുമൊരു കാലയളവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരീക്ഷണ ഘട്ടമാണ്. ഉള്ളിലെ കഠിനാധ്വാനവും പുറമെ ഗ്രഹങ്ങൾ നൽകുന്ന പരീക്ഷകളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെ ഈ മാസം നടന്നേക്കാം. എന്നാൽ ഓർക്കുക, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത് പോലെ ഈ മാസം നിങ്ങൾ നേരിടുന്ന ഓരോ വെല്ലുവിളിയും നിങ്ങളെ നാളത്തെ വലിയ വിജയങ്ങൾക്കായി പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ഇതൊരു പൊതുവായ ജ്യോതിഷഫലമാണ്. ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ഗ്രഹനിലകളും ദശാസന്ധികളും അനുസരിച്ച് ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരാവുന്നതാണ്. ആയതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ ആസ്ട്രോ ടോക്സ് മലയാളം എന്ന ഫേസ്ബുക്ക് ചാനൽ വഴിയും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ചാനൽ ലിങ്ക് വീഡിയോ ഡെസ്ക്രിപ്ഷനിലും ബയോയിലും കണ്ടെത്താവുന്നതാണ്. നിത്യപ്രാർത്ഥനകൾക്കും പൂജകൾക്കായി നിങ്ങളുടെ നക്ഷത്രത്തോടൊപ്പം പേരുകൂടി കമന്റിൽ രേഖപ്പെടുത്തുക. ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മുടെ ചാനലിന്റെ കരുത്തായ, ഞങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ സബ്സ്ക്രൈബറെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. വാക്കുകൾക്കതീതമായ ഈ നക്ഷത്ര രഹസ്യങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 23ാമത്തെ നക്ഷത്രമാണ് അവിട്ടം. ധനിഷ്ഠ എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം ഐശ്വര്യത്തിന്റെയും പ്രശസ്തിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അഷ്ടവസുക്കൾ അധിപന്മാരായ ഈ നക്ഷത്രത്തിന്റെ നിയന്ത്രണം ഊർജ്ജസ്വലതയുടെയും പോരാട്ടത്തിന്റെയും ഗ്രഹമായ ചൊവ്വയ്ക്കാണ്. ആകാശമണ്ഡലത്തിൽ ഒരു മൃദംഗത്തിന്റെ ആകൃതിയിൽ ദൃശ്യമാകുന്ന അവിട്ടം നക്ഷത്രം സംഗീതം, താളം, ക്രമബദ്ധമായ ജീവിതം എന്നിവയെ സൂചിപ്പിക്കുന്നു. മകരം രാശിയിൽ അവസാന പകുതിയും കുംഭം രാശിയിൽ ആദ്യ പകുതിയുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശി സ്വാധീനവും ചൊവ്വയുടെ നക്ഷത്രവീര്യവും ഒത്തുചേരുന്ന സവിശേഷമായ വ്യക്തിത്വമാണുള്ളത്. 2026 എന്ന വർഷം ആഗോളതലത്തിലും വ്യക്തിഗത തലത്തിലും വലിയ പരിവർത്തനങ്ങളുടെ വർഷമാണ്. ഈ വർഷത്തിന്റെ 5ാം മാസമായ മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കാലഘട്ടത്തെ വെറുമൊരു മാസഫലം എന്നതിലുപരി നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണേണ്ടതുണ്ട്. അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും പതറാത്ത മനക്കരുത്തുമുള്ളവരാണ്. എന്നാൽ 2026 മെയ് മാസത്തിലെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഈ ക്ഷമയെയും സഹനശക്തിയെയും പരീക്ഷിക്കുന്ന ഒന്നായിരിക്കും. മെയ് മാസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഉത്തരായനത്തിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങുന്ന സമയമാണ്. പ്രകൃതിയിൽ ചൂട് വർദ്ധിക്കുന്നത് പോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാരുടെ ആന്തരികമായ ഊർജവും ഈ മാസം വർദ്ധിക്കും. ചൊവ്വയുടെ സ്വാധീനം നിങ്ങളിൽ അമിതമായ ആവേശവും എടുത്തുചാട്ടവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം നിങ്ങളുടെ രാശ്യാധിപനായ ശനിയുടെ കർക്കശമായ അച്ചടക്കം നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും. ഈ രണ്ട് വിപരീത ഊർജങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് മെയ് മാസത്തിലെ നിങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനം. തൊഴിൽ മേഖലയിലായാലും കുടുംബത്തിലായാലും ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് 2 വട്ടം ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ മാസമുണ്ടാകും. അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രകൃത്യാ തന്നെയുള്ള ഒരു ഗുണമാണ് ധനസമ്പാദനത്തിനുള്ള കഴിവ്. 2026 മെയ് മാസത്തിൽ നിങ്ങളുടെ ഈ കഴിവ് പുതിയ തലങ്ങളിലേക്ക് വികസിക്കും. എങ്കിലും ഈ മാസം ആകാശം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം വേഗതയല്ല, മറിച്ച് കൃത്യതയാണ് പ്രധാനം എന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിലവിലുള്ളവ സംരക്ഷിക്കാനാണ്. സാമൂഹികമായി നോക്കുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ മാസം നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിലും ജോലിസ്ഥലത്തും വലിയ വിലയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം അഹങ്കാരമായി മാറാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.
വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുള്ള ഒരു മാസമായതിനാൽ വിട്ടുവീഴ്ചാ മനോഭാവം ഈ മാസം നിങ്ങളുടെ മന്ത്രമാകണം. ചുരുക്കത്തിൽ 2026 മെയ് മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അത് വലിയ വിജയങ്ങൾക്കുള്ള അടിത്തറയുമാണ്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഈ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ നേട്ടങ്ങളുടെ കാലമായി മാറും. വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും സ്വന്തം പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്താനും തയ്യാറെടുക്കുന്ന ഒരു മനസ്സോടെ വേണം നിങ്ങൾ ഈ മാസത്തെ വരവേൽക്കാൻ. ഇനി നമുക്ക് കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും 2026 മെയ് മാസം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. കരിയർ, തൊഴിൽ. 2026 മെയ് മാസത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. ചൊവ്വയുടെ ഊർജവും ശനിയുടെ പരീക്ഷണങ്ങളും ഒരേ സമയം അനുഭവപ്പെടാം. ഈ മാസം ജോലിയിൽ അമിതമായ ജോലിഭാരം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാൻ അല്പം വൈകിയേക്കാം. എങ്കിലും നിങ്ങളുടെ അർപ്പണബോധം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. സഹപ്രവർത്തകരിൽ നിന്ന് അപ്രതീക്ഷിതമായ മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് ജോലിയിടത്തിലെ ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില സൂചനകൾ മാസാവസാനത്തോടെ ലഭിക്കാം. വിദേശത്ത് ജോലി നോക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമാണ്. വിസ നടപടികളിലെ തടസ്സങ്ങൾ നീങ്ങും. പുതിയ തൊഴിൽ വാഗ്ദാനങ്ങൾ തേടിയെത്താം. എന്നാൽ കൃത്യമായ അന്വേഷണം നടത്താതെ ഓഫറുകൾ സ്വീകരിക്കരുത്. ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമല്ല. നിലവിലുള്ള ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉചിതം. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവിശ്വാസം ഒഴിവാക്കാൻ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണം. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മെയ് മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് മിതമായ ഫലങ്ങളാണ് നൽകുന്നത്. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള മാസമാണിത്. ശമ്പള വർധനവോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമോ പ്രതീക്ഷിക്കാം. എങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ നിങ്ങളുടെ ബജറ്റിനെ ബാധിച്ചേക്കാം. ഓഹരി വിപണിയിലോ ചിട്ടിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടണം. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പുതിയ വായ്പകൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. മുൻപെടുത്ത കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. കുടുംബത്തിൽ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലയളവാണിത്. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള പ്രവണതയുണ്ട്. ഇത് ഈ മാസം അല്പം കൂടുതലായിരിക്കും. ജീവിത പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾക്ക് തർക്കമുണ്ടായേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ മാറി സമാധാനം കൈവരും. ദൂരയാത്രകൾ ദാമ്പത്യബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ കരുത്താകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായേക്കാം. എന്നാൽ അത് താൽക്കാലികമായിരിക്കും. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ ഈ മാസം അനുകൂലമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം. അവിട്ടം നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യത്തിൽ ഈ മാസം സവിശേഷ ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ രക്തസമ്മർദ്ദ വ്യതിയാനമോ ഉണ്ടായേക്കാം. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം കാരണം നട്ടെല്ലിനോ കാലുകൾക്കോ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അകാരണമായ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും നിങ്ങളെ അലട്ടിയേക്കാം. ശനിദശയുടെയോ ഏഴര ശനിയുടെയോ സ്വാധീനമുള്ളവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. പോസിറ്റീവ് ചിന്താഗതിയുള്ള സുഹൃത്തുക്കളുമായി സമയമലവഴിക്കുക. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ആവശ്യമുള്ള മാസമാണിത്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. എങ്കിലും അമിതാത്മവിശ്വാസം ഒഴിവാക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. പാലിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. രാത്രികാല യാത്രകൾ കുറയ്ക്കുക. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായുള്ള ബന്ധം വഷളാകാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. പരിഹാരങ്ങൾ.
ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വരായതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം നടത്തുകയും ഓം ശരവണഭവ മന്ത്രം ജപിക്കുകയും ചെയ്യുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുന്നത് മനഃശാന്തി നൽകും. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്കോ ഭിക്ഷാടകർക്കോ ചുവന്ന വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ഗുണകരമാകും. അനുകൂല ദിവസങ്ങൾ മെയ് 5, 6, 14, 15, 23, 24 തീയതികൾ പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ മെയ് 8, 9, 18, 19, 27. 2026 മെയ് മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണെങ്കിലും അത് നിങ്ങളെ പക്വതയുള്ളവരാക്കി മാറ്റും. കരിയറിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തികമായി മിതത്വം പാലിച്ചാൽ പ്രതിസന്ധികളെ മറികടക്കാം. കുടുംബാംഗങ്ങളുടെ സഹകരണം ഉറപ്പാക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. അവിട്ടം നക്ഷത്രം 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആദ്യ പകുതി മകരം രാശിയിലും 2ാം പകുതി കുംഭം രാശിയിലുമാണ്. 1ാം പാദക്കാർ ചിങ്ങം നവാംശം. അധികാരമോഹികളും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും. ഭരണരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ കഴിയും. 2ാം പാദക്കാർ കന്നി നവാംശം. ബുദ്ധിശക്തിയും ആശയവിനിമയശേഷിയും കൂടുതലുള്ളവരാണ്. കണക്കിലും എഴുത്തിലും മിടുക്കന്മാരായിരിക്കും. 3ാം പാദക്കാർ തുലാം നവാംശം. സംഗീതത്തിലും കലയിലും താൽപ്പര്യമുള്ളവരായിരിക്കും. സൗമ്യമായ സ്വഭാവം, സാമൂഹിക അംഗീകാരം എന്നിവ ലഭിക്കും. 4ാം പാദക്കാർ വൃശ്ചികം നവാംശം. അല്പം കർക്കശക്കാരായിരിക്കും. ആത്മീയതയിലും നിഗൂഢശാസ്ത്രങ്ങളിലും താൽപ്പര്യമുണ്ടാകും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ സാധിക്കട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ഈശ്വരവിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി പ്രവർത്തിച്ചാൽ മെയ് മാസത്തിന്റെ അവസാനം നിങ്ങളെ സംതൃപ്തി നൽകുന്നതാകും. ഓർക്കുക, ഗ്രഹനിലകൾ വഴികാട്ടികൾ മാത്രമാണ്. നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത്. ഈ മാസം നിങ്ങൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും വിധി നിങ്ങളെ തോൽപ്പിക്കാൻ നൽകുന്നതല്ല, മറിച്ച് നാളത്തെ വമ്പിച്ച വിജയങ്ങൾക്കായി നിങ്ങളെ വാർത്തെടുക്കാൻ നൽകുന്നതാണ്. കണ്ണുനീരിനും കഷ്ടപ്പാടിനുമപ്പുറം ആകാശത്ത് നിങ്ങളെ കാത്ത് വലിയൊരു തെളിച്ചമുണ്ട്. ആത്മവിശ്വാസത്തോടെ, ഈശ്വരവിശ്വാസത്തോടെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. ഓർക്കുക, നക്ഷത്രങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. നിങ്ങളുടെ പോരാട്ടവീര്യമാണ് നിങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതുന്നത്. അവിട്ടം നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ വാക്കുകളും മറ്റൊരാൾക്ക് വലിയൊരു ആശ്വാസമായേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത നക്ഷത്രവിശേഷങ്ങളുമായി. അതുവരെ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു.